മത്സ്യബന്ധനത്തിനായി പോകുന്നവരുടെ സുരക്ഷിതത്വം ഇല്ലായ്മയും ഏറിവരുന്ന അപകടങ്ങളും തീരദേശ മേഖലയിലുള്ള ജനതയുടെ ഉള്ളിൽ ആശങ്കയേറ്റുകയാണ്. കണ്ണീരൊപ്പേണ്ട അധികാരികൾ തന്നെ അവരെ പരിഹസിക്കുകയാണ്. തങ്ങളുടെ ജീവന് വിലയില്ലേ എന്ന ചോദ്യം മാത്രമാണ് അവർ ആവർത്തിച്ച് ചോദിക്കുന്നത്. മുതലപ്പുഴയിലും വിഴിഞ്ഞത്തുമായി ഈ അടുത്ത ദിവസങ്ങളിൽ അപകടത്തിൽപ്പെട്ടവർ നമ്മുടെ ഉള്ളിൽ ഒരു തീരാ നോവായി മാറുകയാണ്. വേണ്ട വിധത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ജീവനോടെ അവർ നമുക്ക് മുൻപിലുണ്ടായേനെ. കടലിൽ പോയാൽ കണ്ടുകിട്ടാൻ അല്പം സമയമെടുക്കും. എത്ര നിസ്സാരമായാണല്ലേ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരിനെ അങ്ങ് തള്ളി മാറ്റിയത്. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും പ്രതികൂല കാലാവസ്ഥയിൽ ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. ഫ്രീമോൻ, ഷിജിൻ, ആന്റണി, ജോൺ തുടങ്ങി കടലിന്റെ മക്കളെ ആ കടലാഴങ്ങളിൽ തന്നെ കാണാതെയായി. ആർത്തലച്ച് കരഞ്ഞ് അവരെ തപ്പിയിറങ്ങണേ എന്ന നിലവിളിയുമായി ഉറ്റവരുമുടയവരും അധികൃതർക്ക് മുന്നിൽ പ്രതിഷേധിച്ചത് മണിക്കൂറുകളാണ്. ആ കണ്ണീരിന് മുന്നിൽ കണ്ണടയ്ക്കും വിധമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകൾ. സർക്കാർ അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. സാധാരണ നിങ്ങൾക്കറിയാം, ചിലപ്പോൾ കടലിലൊക്കെ പോയാൽ ചിലപ്പോൾ കിട്ടാൻ ദിവസങ്ങൾ എടുക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. അതായത് സെർച്ച് ചെയ്യാഞ്ഞിട്ടല്ല. തങ്ങളുടെ അച്ഛന്റെ ജീവന് വിലയില്ലേ എന്ന് നെഞ്ചുലച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ മക്കൾ. സംഭവം നടക്കുന്നത് 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്താണ്. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഉൾപ്പെട്ടുകൊണ്ട് ഒരു സംയുക്തമായ രക്ഷാപ്രവർത്തനം ഇതുവരെ നടത്തിയില്ല? നമ്മുടെ സിസ്റ്റം കഴിഞ്ഞ 20 വർഷമായി തുടരുന്ന പ്രക്രിയ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളിയുടെ സുരക്ഷ സംബന്ധിച്ചായിരുന്നാലും ഇന്നിതുവരെ യാതൊരുവിധ പുരോഗതിയും ഉണ്ടാകാത്തൊരു സിസ്റ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു സിസ്റ്റത്തിന് സാധിക്കുന്നില്ല എന്ന് അവർ തുറന്നു പറയുകയാണ്. കടലിൽ തൊഴിലെടുത്തതിന്റെ പേരിൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് ഇന്നത്തെ നമ്മുടെ മത്സ്യത്തൊഴിലാളി സമൂഹം. അപകടം അറിഞ്ഞ സമയത്ത് തന്നെ സഹായം അഭ്യർത്ഥിച്ച് അധികൃതർക്ക് മുന്നിലെത്തിയപ്പോൾ തങ്ങളെ നിഷ്കരണം അവഗണിച്ചു എന്ന മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ വാക്കുകൾ ഗൗരവപൂർവ്വം ഭരണാധികാരികൾ കാണേണ്ടതാണ്. പോലീസിന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അവർ 2 ബോയ കൊടുത്തിട്ട് നിങ്ങൾ തന്നെ തെരച്ചിൽ നടത്തണമെന്ന് പറഞ്ഞു. പോസ്റ്റോട് പോലീസ് ജലകന്യകയോ അല്ല മറ്റേ വള്ളം ചെറുത് തെരച്ചിൽ നടത്തുന്ന വള്ളം ഉണ്ടെന്നെങ്കിൽ ആ നിമിഷം അവരെ രക്ഷപ്പെടുത്താറുണ്ട്. നമ്മുടെ വള്ളം താഴ്ന്നു കിടക്കണമെന്ന് അവർ നമ്മളെ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ചാടി രക്ഷപ്പെടുത്തവർ അവർ ആഹാരം കഴിക്കാൻ പോയിട്ട് 10:15 അവർ വന്നത്. മത്സ്യത്തൊഴിലാളികളുടെ തീരാ നോവിനും കണ്ണുനീരിനും എന്നാണ് ഒരു പരിഹാരമുണ്ടാവുക? ഞങ്ങളിൽ ഒരാളുടെയും ജീവന് പുല്ലുവില പോലും ഇല്ലേ എന്ന അവരുടെ ചോദ്യങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.